ഹായ് സുഹൃത്തുക്കളെ, അൻവർ കേരള പോത്ത് വളർത്തൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നത് നമ്മുടെ പോത്തുകുട്ടന്മാരെ വൈകുന്നേരത്ത് കുളിപ്പിച്ച് ഒന്ന് പുല്ല് കഴിക്കാൻ വിട്ടിരിക്കുകയാണ്. നമ്മളെ പുതിയ പോത്താണ് കഴിഞ്ഞ് ഇപ്പുറത്ത് പാടത്ത് നിന്ന് കഴിക്കുന്നത്. കാരണം ഇപ്പം വെള്ളവും പുല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കുളിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ പാടത്ത് കൊണ്ട് വിട്ടേക്കും. ഒരു 6 മണി വരെ അവിടെ നിന്ന് പുല്ല് കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ കൊണ്ടുപോകത്തുള്ളൂ. കാരണം ഇനി ഉണക്കായതുകൊണ്ട് നമുക്ക് പുല്ലും വെള്ളവും കുറവായതുകൊണ്ട് നമുക്ക് കൈത്തീറ്റയിൽ ഒരുപാട് പൈസ ചിലവ് വരും. അതുകൊണ്ട് നമ്മൾ ഇപ്പം 1 മണിക്കൂർ 1.5 മണിക്കൂർ കുളിപ്പിച്ചതിന് ശേഷം വെള്ളമില്ലാത്ത പാടത്തേക്ക് ഇവരെ അഴിച്ച് വിടും എല്ലാവരെയും. അപ്പോൾ ബാക്കിയുള്ള പോത്തുകളെല്ലാം കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരെ കുളിപ്പിച്ച് കയറ്റിയ ഉടനെ അവരെയും ഇവിടെ വിടും. നമ്മളെ പുതിയ പോത്താണ് അതാ ഇവിടെ നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി 3 പോത്ത് അവർ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പോത്ത് നമ്മളെ പാടത്തൊന്നും കൊണ്ടുവരില്ല, നമ്മൾ വീട്ടിൽ തന്നെയാണ് കെട്ടിയിടുന്നത്. ഒരുപാട് ഉണക്ക് ബാധിച്ച് പുല്ലെല്ലാം കരിഞ്ഞ് കുറച്ച് സ്ഥലത്ത് മാത്രം പച്ച പുല്ലുണ്ട്. പക്ഷേ ഈ പുല്ലൊന്നും അത് അധികം കഴിക്കുന്നതല്ല പോത്തന്മാർ. അതാണ് വിഷയം. അവനെ സോപ്പിട്ട് നല്ല രീതിയിൽ കുളിപ്പിക്കുകയാണ്. കാരണം ഈ ചെളിയിൽ ചേറിൽ കിടക്കുമ്പോഴത്തേക്ക് പുറത്ത് ചെള്ള് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കാര സോപ്പ്, തുണി അലക്കുന്ന സോപ്പിട്ട് ഡെയിലി പുറം കഴുകും. അപ്പോൾ ചെള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. ഇത് നമ്മളെ കുഞ്ഞ് പോത്തുകുട്ടിയിലൊരു പോത്തുകുട്ടിയാണ്. അതിൻ്റെ മറ്റേ പോത്തുകുട്ടി നമ്മൾ കൊടുത്തായിരുന്നു. അവന് ആൾ ഉഷാറായി, ആഹാരമൊക്കെ എടുത്ത്. ഇനി അവരെല്ലാവരെയും കരയിൽ കയറ്റിയിട്ട് കുറച്ച് 1 മണിക്കൂറോളം പുല്ല് കഴിക്കാനായിട്ട് വിടണം. സുഹൃത്തുക്കൾ, പുല്ലറുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പുല്ലരിഞ്ഞ് വെച്ചിട്ടുണ്ട് രാത്രി കൊടുക്കാൻ. കാരണം നമ്മൾ കൈത്തീറ്റ മാത്രം കൊടുക്കുമ്പോൾ നമുക്ക് ഇനി മുതലാവത്തില്ല, ഒരുപാട് പൈസ ചിലവ് വരും. അല്ലാതെ തന്നെ എനിക്കൊരു പോത്തിൻ്റെ പുറത്ത് 40 മുതൽ 50 രൂപ വരെ ഒരു പോത്തിൻ്റെ പുറത്ത് ചിലവുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പുല്ല് വെള്ളമൊക്കെ കുറയുമ്പോഴത്തേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതലാവുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് മെനക്കെട്ടാലും വേണ്ടില്ല, നമ്മൾ കുറച്ച് ഒരാഴ്ച വിട്ടിട്ട് അവിടെ നിന്നാൽ മതി. പോത്തന്മാരെ അവിടെ നിന്ന് കഴിക്കുക. നമുക്ക് ഒരു 6-6:30 മണിയൊക്കെ ആകുമ്പോൾ കൊണ്ടുപോയാൽ മതി. നമ്മൾ അപ്പുറ സൈഡിലാണ് കെട്ടുന്നത്. അവിടെ ഈ 2 കണ്ടത്തിലേ ഉള്ളു വെള്ളം. തോട്ടിൽ കുറച്ച് വെള്ളമുണ്ട്. നമ്മളൊരു 1/4 മണിക്കൂർ ഒരാഴ്ച വെള്ളത്തിൽ ഇടും. ഒരുപാട് നേരം ഇടാനും പറ്റത്തില്ല. കാരണം തോട്ടിൽ കുളിക്കുന്നവർ വരുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കണം പോത്തിന്. അതൊക്കെയാണ് വിഷയം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും